സ്ഥാനാർത്ഥികളെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നിലമ്പൂരിൽ എവിടെയും ചർച്ച തെരഞ്ഞെടുപ്പാണ്. എടക്കരയിലെ കന്നുകാലി മാർക്കറ്റിൽ കാലിക്കച്ചവടത്തിനോളം ആവേശമുണ്ട് വോട്ട് വർത്തമാനത്തിന്. ആ കാഴ്ച എന്താണെന്ന് നമുക്ക് കാട്ടിത്തരും നമ്മുടെ ദീപക് മലയമ്മ. തെരഞ്ഞെടുപ്പ് അടുത്തു നിലമ്പൂരിൽ. ഒപ്പം തന്നെ പെരുന്നാളും വരികയാണ്. കാലിച്ചന്തകളൊക്കെ സജീവമാണ്. ഞാനുള്ളത് എടക്കരയിലെ കാലിച്ചന്തയിലാണ്. ഇവിടെ നമുക്ക് നിരവധിയായ മനുഷ്യരെ കാണാം. അവരുടെയൊക്കെ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അവരുടെ പ്രതീക്ഷകൾ, അവരുടെ അഭിപ്രായങ്ങൾ എന്നുള്ളത് ഒന്ന് ചോദിച്ചറിയുകയും ചെയ്യാം. ഇറച്ചിക്കൊക്കെ നല്ല ചൂടുള്ള സമയം കൂടിയാണ്. ആ സമയത്ത് ആ വോട്ടിൻ്റെ ചൂട് എത്രത്തോളം ആണെന്നുള്ളതാണ്. സജീവമായിട്ടുള്ള കാലിച്ചന്ത അതങ്ങനെ എങ്ങനെയാണ് ഇലക്ഷനൊക്കെ എടുത്തു? ഇലക്ഷൻ പാപ്പട്ടി ജയിക്കുമല്ലോ ആണ് തീരുമാനിച്ചു. ഇല്ല 100% ആണ്. ഈ ചന്ത എങ്ങനെയുണ്ട്? ചന്തി അതേപോലെ തന്നെയാണ്, ഭയങ്കര ചൂടാണ്. ഇലക്ഷനും ചൂടായി, ചന്തയും ചൂടായി. ഇലക്ഷനും ചൂടാണ്, ചന്തയും ചൂടാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് എന്താ അവസ്ഥ? നല്ല ചൂടില്ല. ആർക്ക്? നമ്മൾ UDF. മുപ്പര് UDF ആണ്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ചൂടുണ്ട്. എത്ര വോട്ടിന് ജയിക്കും? ഒരു 10,000 വോട്ടിന്റെ മേലേക്കല്ലാക്കി വിട്ട് തരൂല. പിന്നെ സ്വരാജിനാണ് ഇപ്പോൾ ചെറിയ കണക്കം കാണുന്നത്. അതെ, അപ്പം മാറ്റം വരണമെന്നാണ്. മാറ്റം വരണേ എന്ന് വെച്ചാൽ എല്ലാവർക്കും മടന്ന് കൊണ്ടിടക്കുക. ഇതിപ്പോ ഒരാൾ മാത്രം കൊണ്ടിടന്നാൽ മതി. എന്റെ പോലെ ഇവിടെ മത്സരം എങ്ങനെയുണ്ട്? ഇവിടെ മത്സരം നല്ല ചൂടാ. ആണോ? ആര് ജയിക്കും? PV അൻവർ ജയിക്കും. അൻവറിന് എത്ര വോട്ട് കിട്ടും? അൻവറിന് 30ന്റെ മേലേക്ക് വരും. അല്ല, എന്താ അവസ്ഥ? ഇവിടെ പലരും പലതാ പറയുന്നത്. ഇവിടെ ഷൗക്കത്തിനെ പറയുന്നവരുണ്ട്, സ്വരാജിനെ പറയുന്നവരുണ്ട്, അൻവറിനെ ജയിക്കും. സ്വരാജ് ജയിക്കും. എന്താ പറയാൻ കാര്യം? ഈ ഇവിടുത്തെ പാർട്ടിൻ്റെ കൊണ്ട് മെച്ചം കൊണ്ട് പാപ്പട്ടിൻ്റെ ഗുണം കൊണ്ട് ഇവിടെ സ്വരാജ് ഡീസൻ്റായിട്ട് ജയിക്കും. നിലവിൽ UDF ഇവിടെ വൻ വിജയം കൈവരിക്കും. ചുരുങ്ങിയത് ഇവിടെ 25,000 പിന്നെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുക. കാരണം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ അൻവറിൻ്റെ നിലപാടിൽ ജനങ്ങൾക്ക് ഓൾറെഡി മടുത്തു. അതായത് ഇവിടെ നിലമ്പൂർ മണ്ഡലത്തിൽ ലീഗിന് ഒരു ഭിന്നതയില്ല. ഇവിടെ UDF 20,000 വോട്ടിന് ഭൂരിപക്ഷം ജയിച്ചു. ഈ ചന്ത എങ്ങനെ സജീവമാണ്? ഇടത് വലത് പാർട്ടികളെ ജനങ്ങൾക്ക് വെറുത്തിട്ടുണ്ട്. അപ്പൊ വൻ ഭൂരിപക്ഷത്തിൽ അൻവർ ജയിക്കും. നമ്മൾ വോട്ട് കൊടുക്കുന്നത് രാജിവെച്ച് ഒപ്പിട്ട് കൊടുക്കാൻ ശക്തമായിട്ട് എതിർത്ത നേതാവ് UDF. അപ്പൊ പിന്നെ എന്തുകൊണ്ടിട്ടാ പിണറായിയോട് കൂടിയേ? അൻവർ ഇന്ന് 6 മണിക്ക് രാജിവെക്കും. അൻവർ പത്രിക പിൻവലിക്കുന്നതാണ് പറയുന്നത്. ഇപ്പൊ കുറച്ച് നേരത്തെ പിൻവലിക്കില്ല, പിൻവലിക്കുന്ന പറയണത്. നമസ്കാരം. ആരാണ് ഇവിടെ ജയിക്കാൻ പോകുന്നത്? ഇവിടെ പറയോട്ടെ. വോട്ട് കൂടുതൽ ആ മൂപ്പരുടെ തീരുമാനത്തിന് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ട്, നിലമ്പൂർ. എല്ലാവരും 20,000 25,000 ഒക്കെ ഭൂരിപക്ഷം പറയുന്നുണ്ട്. അപ്പോൾ 19-ാം തീയതി നിലമ്പൂരുകാർ മൊത്തത്തിൽ പോയങ്ങ് വോട്ട് ചെയ്യണം കേട്ടോ. എന്നാലേ ഈ ഭൂരിപക്ഷത്തിലേക്കൊക്കെ എത്തിക്കാൻ